KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന മന്ത്രിസഭയുടെ 1000 ദിനാഘോഷം ഫെബ്രുവരി 20 മുതൽ 27 വരെ ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. കാസർഗോഡിന്റെ കായിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ പ്രത്യേക പദ്ധതികളുമായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ 30-31 തീയതികളിൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ടാലന്റ് ഹണ്ട് നടത്തും. സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ ആര്യാടൻ ഷൌക്കത്തിന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക യാത്ര 30-ന് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. ഗാന്ധി ഇന്ത്യ ജ്വലിക്കട്ടെ, ഗോഡ്സെ ഇന്ത്യ മരിക്കട്ടെ എന്ന സന്ദേശവുമായാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. പത്മനാഭൻ ബ്ലാത്തൂരിന്റെ കവിതാ സമാഹാരം തീനടപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം EP രാജഗോപാലൻ പുസ്തകം ഏറ്റുവാങ്ങി. ഹൊസങ്കടി ടൗണിൽ ഗതാഗത കുരുക്കുണ്ടാക്കി വീണ്ടും പെട്ടിക്കടകൾ. ദേശീയപാതയിൽ വാഹനത്തിരക്ക് രൂക്ഷമായ ഹൊസങ്കടിയിൽ പെട്ടിക്കടകൾ സജീവമായതോടെ യാത്രക്കാരും ദുരിതത്തിൽ. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നതിനെതിരെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം ശക്തിയാർജിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിയുടെ നിറവിൽ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. ചിന്മയാസ്വാമി വിവിക്താനന്ദ സരസ്വതി നേതൃത്വം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന മന്ത്രിസഭയുടെ 1000 ദിനാഘോഷം ജില്ലയിൽ വിപുലമായ പരിപാടികൾ. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഫെബ്രുവരി 20 മുതൽ 27 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. 1000 ദിനാഘോഷ പരിപാടികളോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 10,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ വിവിധ വികസന പദ്ധതികളുടെ ആരംഭവും പൂർത്തിയാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളും നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നടക്കും. കൂടാതെ പ്രദർശനമേള, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും. ജില്ലാതല ഉദ്ഘാടനം 20-ന് കാസർഗോഡും സമാപന സമ്മേളനം 27-ന് നീലേശ്വരത്തും നടത്തും. ആഘോഷ പരിപാടികളോടനുബന്ധിച്ചുള്ള ജില്ലാതല സംഘാടക സമിതി രൂപീകരിച്ചു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് ചെയർമാൻ. 1000 ദിവസം തികയുമ്പോൾ 1000 പുതിയ പദ്ധതികൾ എന്ന ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് 10,000 കോടി രൂപയുടെ ഇപ്പോൾ തന്നെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞ അഗ്രിമെൻ്റ് ഉൾപ്പെടെ വെച്ച് പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ളത് ഇതിലൊരു ഉയർത്തി കാണിക്കാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതിന് പുറമെ നമ്മുടെ കഴിഞ്ഞ കാലത്തുള്ള 2-3 ബഡ്ജറ്റ് 16, 17, 17, 18, 18, 19 ബഡ്ജറ്റുകളിൽ ചൂണ്ടിക്കാണിച്ച മറ്റ് പ്രവൃത്തികളുടെ ഉദ്ഘാടനവും ചിലത് ആരംഭിച്ചതും പൂർത്തീകരിച്ചതും ഇപ്പോൾ ഉണ്ട്. അതിന്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ളത് ഈ സന്ദർഭത്തിൽ നമുക്ക് നടത്തണം. പി കരുണാകരൻ MP, MLA-മാരായ കെ കുഞ്ഞിരാമൻ, M രാജഗോപാലൻ, NA നെല്ലിക്കുന്ന്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ എന്നിവർ രക്ഷാധികാരികളാണ്. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു കൺവീനറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ ജോയിന്റ് കൺവീനറുമാണ്. വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരും നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷന്മാർ അംഗങ്ങളുമായിരിക്കും. നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ MLA-മാരുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി ഫെബ്രുവരി ആദ്യവാരം ചേരും. 1000 ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ മീഡിയ കോൺക്ലേവും സംഘടിപ്പിക്കും. കാസർഗോഡിന്റെ കായിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ പ്രത്യേക പദ്ധതികളുമായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ. ഇതിന്റെ ഭാഗമായി 30-31 തീയതികളിൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ടാലന്റ് ഹണ്ട് നടത്തുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ജില്ലയിലെ സ്കൂളുകളിൽ അത്ലറ്റിക്സ് ഇനങ്ങളിൽ ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ നിന്ന് ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും തെരഞ്ഞെടുത്ത് 2018 സെപ്റ്റംബർ മാസം മുതൽ പരിശീലനം നൽകി വരുന്നു. ഒരു സ്കൂളിൽ നിന്ന് പരമാവധി 6 പേരെയാണ് തെരഞ്ഞെടുത്തത്. 30-31 തീയതികളിൽ നടക്കുന്ന ടാലന്റ് ഹണ്ടിൽ വിജയിക്കുന്ന 90 കുട്ടികൾക്ക് തുടർന്നുള്ള പരിശീലന ചെലവ് ജില്ലാ ഭരണകൂടവും ജില്ലാ സ്പോർട്സ് കൗൺസിലും ചേർന്ന് വഹിക്കും. കായിക താരങ്ങൾക്ക് പരിശീലനത്തിനാവശ്യമായ സൗകര്യവും ഉപകരണങ്ങളും ലഭ്യമാക്കും. സ്പോൺസർഷിപ്പ്, ഗവൺമെൻറ് ഏജൻസികൾ, സ്പോർട്സ് കൗൺസിൽ എന്നീ മേഖലകളിൽ നിന്ന് ഇതിനാവശ്യമായ ഫണ്ടും മറ്റു കാര്യങ്ങളും ലഭ്യമാക്കും. അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് ജില്ലയിലെ സ്പോർട്സ് രംഗത്ത് നിലനിൽക്കുന്ന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് പദ്ധതി ലക്ഷ്യമിടുന്നു. എല്ലാ മേഖലകളിൽ നിന്നുമുള്ള സഹായവും സഹകരണവും ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തും.
ത്രിതല പഞ്ചായത്തുകളുടെ യോഗം വിളിച്ചു ചേർത്ത് പദ്ധതികളിൽ കായികരംഗത്ത് ഫണ്ട് നീക്കിവെക്കുന്നതിനുള്ള ആവശ്യകത ബോധ്യപ്പെടുത്തും. വിവിധ കായിക അസോസിയേഷനുകളുടെ ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്ത് അവരവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ജില്ലയിലെ കായികരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ക്ലബ്ബുകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണം ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിക്കും. കായിക വികസനത്തിനുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ജില്ലാതലത്തിൽ ഏകോപിപ്പിക്കുന്നതിനുള്ള ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തനം ശക്തമാക്കുമെന്നും അധികൃതർ പറഞ്ഞു. അധ്യാപകർ പരിശീലിപ്പിച്ച കുട്ടികളെ ഞങ്ങൾ ഈ വരുന്ന 30-31 തീയതികളിൽ ഒരു ടാലന്റ് ഹണ്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ കൂടി ആ കുട്ടികൾ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വേഗതയുള്ള, ഏറ്റവും ഉയർത്തി ചാടാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറ്റവും നീളത്തി ചാടാൻ കഴിയുന്ന കുട്ടികൾ ആരെ എന്നുള്ള കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ ടാലന്റ് ഹണ്ട് നടത്തുകയാണ്. 30-31 തീയതികളിൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ആ ടാലന്റ് ഹണ്ട് നടത്തുന്നത്. ഈ ടാലന്റ് ഹണ്ടിലൂടെ ഏകദേശം 84 മിടുക്കന്മാരെയും മിടുക്കികളെയും ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. ആ ഐഡന്റിഫൈ എടുക്കുന്ന മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഞങ്ങൾ സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തുകൊണ്ട് അടുത്ത സ്കൂൾ അത്ലറ്റിക്സിൽ കാസർഗോഡ് ജില്ലയെ 1ാം സ്ഥാനത്തെത്തിക്കുക എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളായ KM പല്ലാൾ, സുലൈമാൻ, KV രാഘവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക യാത്ര 30-ന് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികത്തിൽ ഗാന്ധി ഇന്ത്യ ജ്വലിക്കട്ടെ, ഗോഡ്സെ ഇന്ത്യ മരിക്കട്ടെ എന്ന സന്ദേശവുമായാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് ചെർക്കളയിൽ കർണാടക മന്ത്രി UT ഖാദർ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ പൈതൃകത്തെ കാവ്യവൽക്കരിക്കുവാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഫാസിസത്തിനെതിരെയും പ്രളയാനന്തര കേരളത്തിന്റെ പുനഃസൃഷ്ടിക്കായി ഒരുമിച്ച മലയാളി മനസ്സിനെ ജാതീയ മതിലുകെട്ടി വേർതിരിക്കുന്ന സംസ്ഥാന ഭരണകൂടത്തിനുമെതിരെയും വെളിച്ചത്തിലേക്ക് നടക്കാം എന്ന മുദ്രാവാക്യവുമായി 50 സാംസ്കാരിക സദസ്സുകളും യാത്രയുടെ ഭാഗമായി കേരളത്തിലുടനീളം ഒരുക്കും. മുഴുവൻ ജില്ലകളിലും ജനങ്ങളുമായി സംവദിച്ച് ഫെബ്രുവരി 16-ന് വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം ഗാന്ധി പാർക്കിലാണ് സാംസ്കാരിക യാത്ര സമാപിക്കുന്നത്. സമാപന സമ്മേളനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി ഉദ്ഘാടനം ചെയ്യും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയുടെ മുന്നൊരുക്കവുമായാണ് സംസ്കാര സാഹിത്യയുടെ സാംസ്കാരിക യാത്ര നടത്തുന്നതെന്നും സംഘാടകർ പറഞ്ഞു. 30-ാം തീയതി ജാഥ ആരംഭിക്കുന്നു. ജാഥയുടെ ഉദ്ഘാടനം ബഹുമാന്യനായ കർണാടക മന്ത്രി ശ്രീ ഖാദർ അവർ നിർവഹിച്ചു. ദേശീയ പൈതൃകത്തെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഫാസിസത്തിനെതിരെ, അതുപോലെ തന്നെ പ്രളയാനന്തര കേരളത്തിൻ്റെ പുനഃസൃഷ്ടിക്കായി ഒരുമിച്ച കൈരളി മനസ്സിനെ ജാതീയ മതില് കെട്ടി വേർതിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നടപടിക്കെതിരെയാണ് ഈ സാംസ്കാരിക ജാഥ സംഘടിപ്പിക്കുന്നത്. കൺവീനർ NV പ്രദീപ് കുമാർ, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, സംസ്ഥാന ഭാരവാഹികളായ M പ്രദീപ് കുമാർ, അനി വർഗീസ്, ജില്ലാ കൺവീനർ രാഘവൻ കുളങ്ങര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പത്മനാഭൻ ബ്ലാത്തൂരിന്റെ കവിതാ സമാഹാരം തീനടപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം EP രാജഗോപാലൻ പുസ്തകം ഏറ്റുവാങ്ങി. തീനടപ്പ് എന്നാണ് പുസ്തകത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരെങ്കിലും നല്ല കുളിർമയാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. AC-യുടെ കുളിർമയല്ല, അതൊരു കൃത്രിമമായ സംവിധാനമാണല്ലോ. അതിനുമപ്പുറത്ത് പരസ്പരം അറിയുന്നവർ, ഏറെ ബഹുമാനിക്കേണ്ടവർ, പരസ്പരം ആശയപരമായ കാര്യങ്ങൾ കൈമാറാൻ സന്നദ്ധതയുള്ളവർ, സംവാദത്തിന് സന്നദ്ധതയുള്ളവർ ഉൾപ്പെടെയുള്ള ഒരു നല്ല സദസ്സ്. ആ സദസ്സ് ഞാൻ പലപ്പോഴും ചെന്ന് വിടാറുള്ള രാഷ്ട്രീയ സദസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് നല്ല കുളിർമയാണ് എന്നാണ്. ചടങ്ങിൽ റഹ്മാൻ തായലങ്ങാടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ E ഉണ്ണികൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി. നാരായണൻ പേരിയ, PS ഹമീദ്, ദിവാകരൻ വിഷ്ണുമംഗലം, മുജീബ് അഹമ്മദ്, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പെരുമ്പള തുടങ്ങി നിരവധി സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഹൊസങ്കടി ടൗണിൽ ഗതാഗത കുരുക്കുണ്ടാക്കി വീണ്ടും പെട്ടിക്കടകൾ. ദേശീയപാതയിൽ വാഹനത്തിരക്ക് രൂക്ഷമായ ഹൊസങ്കടിയിൽ പെട്ടിക്കടകൾ സജീവമായതോടെ യാത്രക്കാരും ദുരിതത്തിലായി.
റോഡ് നിറയെ പെട്ടിക്കടകളായതിനാൽ നാട്ടുകാർക്ക് സമാധാനമായി നടക്കുവാനോ യാത്രക്കാർക്ക് നിന്ന് തിരിയുവാനോ ഇടമില്ല. പഞ്ചായത്ത് അധികൃതർക്കും ഈ വിഷയത്തിൽ മൗനമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മുമ്പ് പെട്ടിക്കടകൾ അധികൃതർ എടുത്തു മാറ്റിയപ്പോൾ നിരാലംബരായ 3 ലോട്ടറി കടക്കാരെ അവിടെ നിലനിർത്തിയിരുന്നു. അവരുടെ കച്ചവടത്തിന് നാട്ടുകാർക്കും എതിർപ്പില്ലായിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് പലരും ഇവിടെ പെട്ടിക്കടകൾ തുടങ്ങിയത്. അനധികൃത കടകൾക്കെതിരെ പോലീസ് കണ്ണടക്കുന്നതായും ആരോപണമുണ്ട്. ഈ കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിലെ ഹൊസങ്കടി ജംഗ്ഷനിൽ അനധികൃതമായ പെട്ടിക്കടകൾ നിറഞ്ഞതിനാൽ വാഹന യാത്രക്കാർക്കും അതുപോലെ കാൽനട യാത്രക്കാർക്കുമൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ അവസരത്തിൽ ഒരുപാട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന രീതി ഇപ്പോൾ തുടരുകയാണ്. ഇവിടെ ഈ റോഡിൻ്റെ 2 വശങ്ങളും ഫുട്പാത്ത് കച്ചവടക്കാരും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങളിൽ വന്ന് പഴങ്ങളും പച്ചക്കറികളുമൊക്കെ വിതരണം ചെയ്യുന്ന കച്ചവടക്കാരും കൈയടക്കി വെച്ച് ചില സമയങ്ങളിൽ ഭയങ്കരമായ റോഡ് ബ്ലോക്ക് അനുഭവപ്പെടുന്ന അവസ്ഥ. ഇത്തരം അപകടകരമായ കടകൾ മാറ്റുവാൻ അധികൃതർ ശ്രമിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് KCN. ബച്ചാവോ ഉപ്പള റെയിൽവേ സ്റ്റേഷൻ എന്ന മുദ്രാവാക്യമുയർത്തി ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 28ാം ദിവസം പിന്നിട്ടു. റിപ്പബ്ലിക് ദിനത്തിൽ റെയിൽവേ അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. സമരസമിതി നേതാക്കളും ഗാന്ധിയൻ ഗുരുവപ്പയും കറുത്ത തുണിയിൽ വായ മൂടിക്കെട്ടിയാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധിച്ചത്. STU ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ റഹ്മാൻ ബന്ദിയോട് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഉപ്പളയുടെ പുരോഗതി എന്ന് പറയുന്നത് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഈ നാട് പുരോഗതിക്കുമ്പോൾ അധികാരികൾ കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതിന് മാറ്റം വരുത്താൻ 26 ദിവസമായി നാടിലെ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വർഗങ്ങൾക്കതീതമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സാംസ്കാരിക നായകന്മാരുടെയും നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരം നടത്തുന്നത് ഒരു മന്ത്രിസഭയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനല്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും അധികാരം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുമല്ല. ഈ നാടിനെ രക്ഷിച്ചെടുക്കാൻ, ഈ നാടിൻ്റെ പുരോഗതിക്കുള്ള ഒരു നാഴികക്കല്ലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ താലൂക്ക് സെക്രട്ടറി ഹമീദ് കോസ്മോസ് അധ്യക്ഷത വഹിച്ചു. മജീദ് പച്ചമ്പള, സിദ്ദിഖ് കൈക്കമ്പ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ സമരത്തിന് ഗാന്ധിയൻ ഗുരുവപ്പ, സമരസമിതി ചെയർമാൻ KF ഇക്ബാൽ ഉപ്പള, മെഹമ്മൂദ് കൈക്കമ്പ, അബ്ബാസ് ഓണന്ത, രാഘവ ചേരാൽ, അബു തമാം, അബൂബക്കർ കൊട്ടാരം, ഇബ്രാഹിം മോമിൻ, റൈഷാദ് ഉപ്പള, ബദ്രുദ്ദീൻ, ഉഷ MS, അഡ്വക്കേറ്റ് കരീം, ഷാജി ബഹ്റൈൻ, മെഹമ്മൂദ് മണ്ണൻകുഴി എന്നിവർ നേതൃത്വം നൽകി. സമരത്തിന് ഐക്യദാർഢ്യവും പൂർണ്ണ പിന്തുണയും അർപ്പിച്ച് നിരവധി നേതാക്കളും സംഘടനകളുമാണ് രംഗത്ത് വരുന്നത്. P. കരുണാകരൻ MP, PK കുഞ്ഞാലിക്കുട്ടി MP, VM സുധീരൻ എന്നിവരും മുസ്ലിം ലീഗ്, BJP, കോൺഗ്രസ്, CPM, CPI, INL, ജനതാദൾ തുടങ്ങിയ നിരവധി രാഷ്ട്രീയ സംഘടനകളും പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അവഗണന തുടർന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ അനിശ്ചിതകാല നിരാഹാര സമരമിരിക്കുമെന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്നും സമരസമിതി നേതാക്കൾ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിയുടെ നിറവിൽ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. ചിന്മയ സ്വാമി വിവിക്താനന്ദ സരസ്വതി നേതൃത്വം നൽകി. ഒരു മഹാസംഭവത്തിൻ്റെ പ്രക്രിയ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. ഈ ക്ഷേത്രം അതിൻ്റെ നവീകരണ പ്രക്രിയയുടെ സമാപന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പം ഇനി വരാൻ പോകുന്ന ഉത്സവം ബ്രഹ്മകലശോത്സവം പുനഃപ്രതിഷ്ഠ മഹോത്സവം അടുത്ത മാസം നടക്കുകയാണ്. അപ്പോൾ അത് അനുബന്ധിച്ചുള്ള ഉത്സവത്തിൻ്റെ ഈ പന്തലിൻ്റെ പൂർണ്ണ നാട്ടുകർമ്മമാണ് നടന്നത്. ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ അനുഗ്രഹവും സർവേശ്വരൻ്റെ അനുഗ്രഹവും സദാശിവൻ്റെ അനുഗ്രഹവും മല്ലികാർജുന ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ.
ചടങ്ങിൽ ഡോക്ടർ അനന്ത കമ്മത്ത്, CV പെരുമാൾ, രാമപ്രസാദ്, അഡ്വക്കേറ്റ് P മുരളീധരൻ, P കമലാക്ഷ, ജയലക്ഷ്മി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ നടക്കും. KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നൈഫ് മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് ഹെൽത്തി ഫ്യൂച്ചർ ഫ്രീ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചന്ദ്രിക ജനറൽ മാനേജരും ദുബായ് KMCC പ്രസിഡന്റുമായ ഇബ്രാഹിം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നൈഫ് മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് നടത്തിയ ഫ്രീ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ജീവകാരുണ്യ മേഖലയിലേതുപോലെ ആതുര ശുശ്രൂഷ രംഗത്തും KMCCയുടെ പ്രവർത്തനം വിലമതിക്കാനാവാത്തതാണെന്ന് ചന്ദ്രിക ജനറൽ മാനേജറും ദുബായ് KMCC പ്രസിഡന്റുമായ ഇബ്രാഹിം എളേറ്റിൽ അഭിപ്രായപ്പെട്ടു. മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആക്ടിംഗ് പ്രസിഡന്റ് CH നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സലാം കന്യപ്പാടി സ്വാഗതം പറഞ്ഞു. ഹംസ തൊട്ടി, മുസ്തഫ തിരൂർ, ജില്ലാ ട്രഷറർ ഹനീഫ് TR, നൈഫ് മെഡിക്കൽ സെന്റർ മാനേജർ ഫാത്തിമ അഷ്റഫ്, അബ്ദുൾ റഹ്മാൻ ഉമർ, ജലീൽ പട്ടാമ്പി, ജമാൽ, മുനീർ ചെർക്കള, ജില്ലാ ഭാരവാഹികളായ അബ്ദുൾ റഹ്മാൻ ബീച്ചാരക്കടവ്, EB അഹമ്മദ്, യൂസഫ് മൂക്കൂട്, സലാം തട്ടാനിച്ചേരി, അസൈനാർ ബീജന്തടുക്ക, റാഫി പള്ളിപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. കൺവീനർ ഡോക്ടർ ഇസ്മായിൽ നന്ദി പറഞ്ഞു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സഹകരണത്തോടെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി അറിവുത്സവം എന്ന പേരിൽ ജില്ലാതല ക്വിസ് മത്സരം നടത്തി. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ സഹകരണത്തോടെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി അറിവുത്സവം എന്ന പേരിൽ ജില്ലാതല ക്വിസ് മത്സരം നടത്തി. ഹോസ്ദുർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്ന പരിപാടി റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഇനി തുടർന്ന് എല്ലാ വർഷങ്ങളിലും ഇത് കൂടുതൽ കഴിയുന്നത്ര വ്യാപിപ്പിക്കാനും സ്കൂൾ തലം മുതൽ നടത്തി നമുക്ക് സബ് ജില്ലയിലോ ജില്ലയിലോ ഒക്കെ നടത്താൻ കഴിയുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ആവശ്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് ഇതിൻ്റെ സംഘാടകരെല്ലാം ആലോചിക്കുകയും അതിനടിസ്ഥാനത്തിൽ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. സംഘാടക സമിതി ചെയർമാൻ CK ബാബുരാജ് അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, കാസർഗോഡ് DDE ഡോക്ടർ ഗിരീഷ് ചോലയിൽ, AU PV ജയരാജ്, പ്രിൻസിപ്പൽ ഇൻചാർജ് CV അരവിന്ദാക്ഷൻ, MV രാധാകൃഷ്ണൻ മാസ്റ്റർ, KV പത്മേഷ്, K പത്മനാഭൻ, K വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സുനിൽകുമാർ കരിച്ചേരി സ്വാഗതവും O രാജേഷ് നന്ദിയും പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കാസർഗോഡിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന പഠനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ഹോസ്ദുർ UBMC സ്കൂളിൽ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കാസർഗോഡിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന പഠനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഹോസ്ദുർ UBMC സ്കൂളിൽ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറത്ത് അവരുടെ സർഗശേഷിയെ പ്രോത്സാഹിപ്പിക്കത്തക്ക വിധം വളരെ ഇളം മനസ്സുകളിൽ അവരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ആശയങ്ങൾക്ക് നല്ല എല്ലാ തരത്തിലുമുള്ള ഒരു വലിയ സന്ദേശം ഈ സമൂഹത്തിന് നൽകത്തക്ക വിധം ആ പ്രതിഭകളെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തിയ വിദ്യാഭ്യാസ രംഗത്തെ പ്രധാനപ്പെട്ട അധ്യാപകന്മാർ ഉൾപ്പെടെയുള്ള അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയെല്ലാം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷനായി. വായനാക്കുറിപ്പുകളുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറും കുട്ടികളുടെ മാഗസിൻ പ്രകാശനം കേരള സമഗ്ര ശിക്ഷ സ്റ്റേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ PK ജയരാജും മലയാളത്തിലക്കം വായനാ കാർഡുകളുടെ പ്രകാശനം കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ P ജയദേവനും നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ L സുലൈഖ, കൗൺസിലർമാരായ മഹമ്മൂദ് മുറിയനാവി, ഉണ്ണികൃഷ്ണൻ, H റംഷീദ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV പുഷ്പ, സീനിയർ ഡയറ്റ് ലെക്ചറർ രാമചന്ദ്രൻ നായർ, AO PV ജയരാജ്, ഹോസ്ദുർ BPO KV സുധ, MEC സെക്രട്ടറി NK ബാബുരാജ്, കമല പുതിയപുരയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ സ്വാഗതവും ഹെഡ്മാസ്റ്റർ MT രാജീവൻ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട്ടെ നോർത്ത് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ NSS ക്യാമ്പ് മലപ്പച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ തുടങ്ങി. നാരങ്ങാമുട്ടായി എന്ന പേരിലാണ് സപ്തദിന ക്യാമ്പ്. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് C പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നോർത്ത് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരെ പങ്കെടുപ്പിച്ചുള്ള വാർഷിക സപ്തദിന ക്യാമ്പ് മടിക്കൈ പഞ്ചായത്തിലെ മലപ്പച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് C പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. നാരങ്ങാമുട്ടായി എന്ന പേരിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് M രവീന്ദ്രൻ അധ്യക്ഷനായി. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജേക്കബ് ജോൺ, സ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകൻ സലീം, K രാജൻ,
വി വിജയൻ, മദർ PTA പ്രസിഡന്റ് കെ അനിത എന്നിവർ സംസാരിച്ചു. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പാൾ അനുജ് ജേക്കബ് പോൾ സ്വാഗതവും NSS വളണ്ടിയർ സെക്രട്ടറി അക്ഷയ് രജിലൻ നന്ദിയും പറഞ്ഞു. SFI ജില്ലാ കമ്മിറ്റി ചെറുവത്തൂരിൽ ഫെസ്റ്റിവൽ ഓഫ് ഫ്രീഡം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ ചിറകിലേറി ബഹുസ്വരതയുടെ ലോകത്തേക്കെന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു പരിപാടി. പ്രകടനം, നാടൻ കലാമേള, കലാജാഥ എന്നിവ അരങ്ങിലെത്തി. സ്വാതന്ത്ര്യത്തിന്റെ ചിറകിലേറി ബഹുസ്വരതയുടെ ലോകത്തേക്ക് എന്ന മുദ്രാവാക്യവുമായി SFI ജില്ലാ കമ്മിറ്റി ചെറുവത്തൂരിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിവൽ ഓഫ് ഫ്രീഡം എന്ന പരിപാടിയുടെ ഭാഗമായി നാടൻ കലയുടെ അവതരണം നടന്നു. SFI കയ്യൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ കലാജാഥയും അരങ്ങേറി. നേരത്തെ പരിപാടിയുടെ ഭാഗമായി പ്രകടനം, പൊതുയോഗം എന്നിവയും നടന്നിരുന്നു. SFI സംസ്ഥാന പ്രസിഡന്റ് VA വിനീഷായിരുന്നു ഉദ്ഘാടകൻ. MV രതീഷ് അധ്യക്ഷനായി. സിദ്ധാർത്ഥ രവീന്ദ്രൻ, അക്ഷര, VP അമ്പിളി, ആൽബിൻ മാത്യു, ഹബീബ്, KV യദു, VP അഭിജിത്ത്, മാധവൻ മണിയറ, ശ്രീജിത്ത് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന മന്ത്രിസഭയുടെ 1000 ദിനാഘോഷം ഫെബ്രുവരി 20 മുതൽ 27 വരെ ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. കാസർഗോഡിന്റെ കായിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ പ്രത്യേക പദ്ധതികളുമായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ. 30-31 തീയതികളിൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ടാലന്റ് ഹണ്ട് നടത്തും. സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക യാത്ര 30-ന് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. ഗാന്ധി ഇന്ത്യ ജ്വലിക്കട്ടെ, ഗോഡ്സെ ഇന്ത്യ മരിക്കട്ടെ എന്ന സന്ദേശവുമായാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. പത്മനാഭൻ ബ്ലാത്തൂരിന്റെ കവിതാ സമാഹാരം തീനടപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം EP രാജഗോപാലൻ പുസ്തകം ഏറ്റുവാങ്ങി. ഹൊസങ്കടി ടൗണിൽ ഗതാഗത കുരുക്കുണ്ടാക്കി വീണ്ടും പെട്ടിക്കടകൾ. ദേശീയപാതയിൽ വാഹനത്തിരക്ക് രൂക്ഷമായ ഹൊസങ്കടിയിൽ പെട്ടിക്കടകൾ സജീവമായതോടെ യാത്രക്കാരും ദുരിതത്തിൽ. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നതിനെതിരെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം ശക്തിയാർജിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിയുടെ നിറവിൽ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. ചിന്മയാസ്വാമി വിവിക്താനന്ദ സരസ്വതി നേതൃത്വം നൽകി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.